പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം വാഴക്കൂമ്പ് തോരനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമുക്കൊരു വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാം. വാഴപ്പിണ്ടി, വാഴമാണം എന്നൊക്കെ പറയും. ഇത് കഴുകി വൃത്തിയാക്കിയ ഒരു പീസ് വാഴപ്പിണ്ടിയാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു അരക്കപ്പ് ചെറുപയർ, കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചെറിയ വെളുത്തുള്ളി, ഒരു വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരണ്ടിയത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കടുക് വറുക്കാൻ വെളിച്ചെണ്ണ. അത് വേണ്ടി കാണിക്കാം. അപ്പം വാഴപ്പിണ്ടി, ചെറുപയർ, പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ. നമുക്കൊരു വാഴപ്പിണ്ടി തോരന് ഇന്നുണ്ടാക്കാം. ആദ്യം വാഴപ്പിണ്ടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പയറും ഒന്ന് വേവിച്ചെടുക്കാം. വാഴപ്പിണ്ടി ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തിലെ നൂലുകൾ നമുക്കൊന്ന് വലിച്ചു മാറ്റാം. ഈ നൂലുകളിങ്ങനെ നമ്മൾ കുറച്ചൊന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെ ഈ നൂലുകളൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കണം. നൂലുകൾ മാറ്റിയതിന് ശേഷം നമ്മളിത് കണ്ടോ, വാഴപ്പിണ്ടിയിൽ എപ്പോഴും ഇങ്ങനെ നൂലുകൾ കാണും. ഒന്ന് വലിച്ചു മാറ്റി കൊടുക്കണം. നൂലൊക്കെ വലിച്ചു മാറ്റി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അല്പം ലേശം ഉപ്പ് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. എൻ്റെ ഒരു കറയുടെ ഒരു ചെറിയ ചുവ വരും. അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പും വെളിച്ചെണ്ണ ഇട്ടതൊന്ന് ഇളക്കിയെടുക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിണ്ടി തോരന് വേണ്ടിയിട്ട് ആവശ്യം. അരിഞ്ഞു ഉപ്പും വെളിച്ചെണ്ണയും പുരട്ടി വെച്ച പിണ്ടി, പിന്നെ അരപ്പിനായിട്ട് ഇത്ര സാധനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് വേവിച്ച ചെറുപയർ, ഇത് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് വറക്കുന്നതിനായിട്ടുള്ള കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിണ്ടിത്തോരൻ ഉണ്ടാക്കാം. നമുക്കിനി ഇതിലേക്ക് കടക്കാം. ആദ്യം ഇതൊന്ന് ഒതുക്കിയെടുക്കണം, ചതച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിനാണ് നമ്മൾ തോരന്, ഉലർത്തുകറിയൊക്കെ വെക്കുമ്പോൾ ഈ പാകത്തിന് മാത്രമേ തേങ്ങ ചതച്ചെടുക്കുകയേ ആകാവുള്ളൂ. അപ്പോൾ ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒരുവിധം ചൂടായി കഴിഞ്ഞു. ഇതിനകത്തിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ടുള്ള നമുക്ക് താളിച്ചെടുക്കാനായിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് കൊടുക്കാം. ഒരു സാധനങ്ങൾ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും ഈ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
അരപ്പിൻ്റെ പച്ചച്ചുവയൊന്ന് മാറിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് തോരൻ ഉലർത്തുകറിയൊക്കെ വെക്കുമ്പോൾ അധികം വെള്ളം ഉപയോഗിക്കരുത്. ഇത് നമുക്ക് ഈ ഒരു പച്ചച്ചുവ ഏകദേശം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിതിൽ ഉപ്പ് ചേർത്തതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിണ്ടിക്കകത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. പിണ്ടി ഒന്ന് ഇട്ട് കൊടുത്താൽ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഈ അരപ്പിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഈ ചെറുപയറിനകത്തിൽ വെള്ളം ഒഴിച്ച് വേവിച്ചത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ മയം നല്ലതുപോലെ വെള്ളമേ ഈ ചെറുപയറിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കുക. ഒതുക്കി വെച്ചിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനേ കൊടുക്കാവുള്ളൂ, ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി പിണ്ടി ചേർത്തിട്ട് ഉപ്പും വെളിച്ചെണ്ണയും പുരട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പധികം ഉപയോഗിക്കരുത്. വേണമെങ്കിലൊരു അല്പം നമ്മളെ ആവശ്യപ്രകാരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നിന്ന് മൂടി ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിണ്ടിത്തോരന് നോക്കാം. അഞ്ച് മിനിറ്റ് വളരെ ടേസ്റ്റിയാണ്, പോഷകസമൃദ്ധമാണ്. നമ്മുടെ വയറിലുള്ള വാഴപ്പിണ്ടി തോരന് നമ്മുടെ വയറിലുള്ള ചീത്ത ബാക്ടീരിയ ഒക്കെ മാറ്റിയിട്ട് നല്ല ഗുഡ് ബാക്ടീരിയ ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനമാണ്. ആയുർവേദ ഡോക്ടർമാരെല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വാഴപ്പിണ്ടി തോരൻ. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്തു. നല്ല പോഷകസമ്പുഷ്ടവും രുചികരവുമായ വാഴപ്പിണ്ടി തോരന്, ചെറുപയറിട്ട വാഴപ്പിണ്ടി തോരൻ റെഡിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ. നന്ദി, നമസ്കാരം.